ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല മഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര സമയമായിട്ടില്ല, 6:30 അങ്ങോട്ട് ആയിട്ടുള്ളൂ. നമുക്ക് ഇന്നൊരു അത് ക്ലിയർ കുറവുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ക്രിസ്മസ് ഷൂട്ട് ഉണ്ട്. ഇന്നത്തെ ദിവസം 21 തോന്നുന്നു അല്ലേ? 22 അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ട്. വട്ടായി വാട്ടർഫോൾസിലാണ് കേട്ടോ നമുക്ക് ഷൂട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെ, കോസ്റ്റ്യൂം ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാണ്. അപ്പൊ മേക്ക് ഓവർ ഉണ്ട്. വലിയ കാര്യമായിട്ടില്ല, നമുക്ക് ചെറിയൊരു ജീൻസും ടോപ്പല്ല, അത് കാരണം കൊണ്ട് വലിയ മേക്ക് ഓവറിന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ഉണ്ട്. അപ്പൊ നമുക്ക് ഞാനിപ്പോ പോണത് നേരെ ഒരു ചേച്ചിയുണ്ട്, നമുക്ക് അറിയണ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് ഇപ്പോൾ പോകാൻ പോണത്. ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം. ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 2 ദിവസം മുമ്പ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്നായിരുന്നു ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്, കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ നേരെ ത്രെഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹലോ. അപ്പൊ നമ്മള് വീട്ടിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറി, പുരിയൊക്കെ ത്രെഡ് ചെയ്തു, ഇതേ കുട്ടും ത്രെഡ് ചെയ്തു. പിന്നെ ഇതിപ്പോ 3ാമത്തെ ടേക്കാണ്, അതുകൊണ്ടാണ് പറയണേ. പിന്നെ അടിപൊളി റോട്ടില് നടന്നുകൊണ്ടിരിക്കുക, ആളെ വെറുതെ ടെൻഷനൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അമ്മേനെയും വിജീനെയും ഒക്കെ എടുത്തിട്ട് നമ്മള് പോവാണ്. വിജി പറഞ്ഞേക്കണത് വ്ളോഗിൽ വരുമ്പോ ജീൻസ് ഇട്ടുന്ന് പറഞ്ഞിട്ട് കുറെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അഹങ്കാരാണ്. വിജിക്ക് മുടി അടിച്ചിട്ട് കണ്ണടയും വെച്ചിട്ടുണ്ട്. കണ്ണട വെച്ച് കഴിഞ്ഞാൽ മോഡലാന്ന് വിചാരം. ഒരാൾ കണ്ണട വയ്ക്കുമ്പോഴേക്കും മോഡലാ വരുന്ന ഒന്നും കാണാനില്ല കേട്ടോ. ഇവിടെ വേറെ വീഡിയോ എടുക്കും. കണ്ണട വെച്ച മോഡലാന്ന് വിചാരം. കണ്ണട വെച്ചപ്പോ അഹങ്കാരാണ്. ജീൻസ് ഇട്ട അഹങ്കാരാണ്. അത് ചിലവരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് അവരുടെ മൈൻഡ് അങ്ങനെയാണ് അല്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളതൊക്കെ ഇങ്ങനെ ഇത് കൂടെ വിട്ട് അത്ര അല്ല വിജയ അവളോട് തന്നെ ചോദിക്കണം. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ടേ. എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്, എന്ത് നമുക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ധരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് മാപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ അറിയാം, അമ്മയുടെ ഒരു ഏരിയയൊക്കെയാണ് അവിടെ ഭാഗം. അപ്പൊ അമ്മയ്ക്ക് അറിയാം. അമ്മയുടെ ഏരിയ ഇല്ലല്ലേ, അമ്മയുടെ ഏരിയ അല്ല, അമ്മയ്ക്ക് അറിയാം. പരിചയമുണ്ട്, അത് കാരണം കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും വട്ടായി അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ വട്ടായി എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞില്ലാട്ടാ. നമ്മുടെ കാറ്, അവരുടെ കാറ്, എന്തു ലെൻസ് വെച്ചോണ്ടിരിക്കണ്ട. ശരിയല്ലേ? ഗൈസ്, അപ്പോൾ അവിടെ വിജിയുടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നൈസായിട്ട് ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങിയത്. ഇവിടെ ഫുള്ള് മറ്റേ സംഭവം ഉണ്ടാ, ക്വാറി എന്നൊക്കെ പറയില്ലേ, പാറ 5 കളിയാണ്. പിന്നെ ഇവിടെ ഒരു കുളം പോലെ ഉണ്ട്. താഴ്ച ഉണ്ടോയെന്ന് അറിയില്ല. താഴ്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം നിലമൊന്നും കാണാനില്ല. അപ്പം ഇനി അടുത്തത് ബിന്ദുവിൻ്റെ മേക്കപ്പാണ്. അത് കഴിഞ്ഞ് എനിക്ക് വല്ല ടച്ചപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാവണം. അപ്പോൾ വിജിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ ലുക്ക് എന്ന് തന്നെ പറയാം അല്ലേ? അയ്യോ, എന്തത് വണ്ട് കടിച്ചു ഗൈസ്. ഈ വണ്ടി ചേർന്നിട്ട് ഈ വണ്ടിയുടെ മുമ്പിൽ നമ്മൾ നിന്ന് നൈസ് ഔട്ട് എന്തുവാ? ഈ വണ്ടിയുടെ മുമ്പിൽ തൊപ്പിയും പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നൈസായിരിക്കും. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. ഇതെങ്ങനെയല്ല വയ്ക്കുക, സൈഡിലേക്ക് ഇട് ഉണ്ടാ എടുക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ മേക്കപ്പ് ഒക്കെ സിമ്പിൾ മേക്കപ്പ് ഉണ്ടാകും നമ്മുടെ വെസ്റ്റേൺ ലുക്കിനനുസരിച്ചുള്ള. എനിക്ക് ചെറിയൊരു ടച്ചപ്പുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇത് ഇത്തിരി ഫേമസ് ആയ സ്ഥലമുണ്ട്. ഇതിൻ്റെ അടുത്താണ് തൃശ്ശൂർ ചെപ്പാറ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അതേപോലെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു പേര്? അവിടെയൊക്കെ വെള്ളം ഉണ്ടാ നമുക്ക് ഇവിടെ ഇറങ്ങിക്കോ. ചിലപ്പോട്ടോ
ഗൈസ് ശിവുവിനെ നമ്മളിവിടെ വെള്ളത്തിൽ എഴുതിയിട്ട് പിക്ക് എടുക്കാൻ നോക്കിയതാട്ടോ, ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത്. പക്ഷേ കരച്ചിലാണ് ആള്. ശിവ അതിന് മീൻ കൊത്തുണ്ടെന്ന്. ക്രിസ്മസ് അപ്പൂപ്പി. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശിവക്ക് ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങളുടെ വിന്ദു എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വിന്ദുവിന് അതിലും വലിയ ഉറക്കം. നമ്മൾ കാലത്ത് നേരത്തെ എനിക്ക് പോയതല്ലേ ഗൈസ് അല്ലേ? അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടുന്നതായിരിക്കും, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതായിരിക്കും. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോസ് വെച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ? പിന്നെ ഫോട്ടോ എടുത്ത ആളുടെ ഡീറ്റെയിൽ അതൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്തത്. സിമ്പിൾ മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ബ്രൈഡലോ അല്ലെങ്കിൽ ഒരു കഥകളി ആ ഒരു റേഞ്ചിലല്ല അല്ല. എന്ത് ജീൻസും ടോപ്പാണ്. അപ്പൊ നമ്മള് വെസ്റ്റേൺ അല്ലേ? അപ്പൊ നമ്മള് മാക്സിമം ഒന്ന് വെളുപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ശിവുവിന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലടാ. ശിവുന് ജോൺസൺസ് ബേബിയുടെ ജോൺസൺ ഇല്ല, ഹിമാലയയുടെ പൗഡർ മാത്രമേ ഇട്ടുള്ളൂ അല്ലേ ശിവ? കള്ളേ ശിവന്റെ പെടപെട വീഡിയോസും ഫോട്ടോസും കിട്ടിയിട്ടുണ്ടോ ഗൈസ്? നല്ല കിടിലൻ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും, അതേപോലെ യൂട്യൂബിൽ എന്താ പറയാ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കിടക്കാച്ചി ടാറ്റു വീഡിയോ ഓൺ ദ വേ ആണ്. പിന്നെ എൻ്റെ പുതിയൊരു ടാറ്റു തന്നെ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ടാറ്റു വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ വരുന്നത് വരെ ഈ വീഡിയോ കണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ബൈ ശിവ, ബൈ യാ.